ഡാൻ കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, നമുക്കറിയാം ന്യായീകരിക്കാവുന്ന എല്ലാ തരത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാർ ന്യായീകരിച്ചു വെച്ചു. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി രംഗത്തേക്ക് എത്തി സംസാരിച്ചതും അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന തരത്തിലായിരുന്നു. ഇത് പ്രതിഷേധങ്ങൾ ആളിക്കത്തിക്കുകയല്ല ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്രയോ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് തലസ്ഥാനത്തെ പ്രത്യേകിച്ച് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ കണ്ടത്. അപ്പോൾ ഇന്നും സമാനമായ രീതിയിൽ തുടരുകയല്ലേ ചെയ്യുകയുള്ളൂ? തലസ്ഥാനത്ത് ഏതൊക്കെ സംഘടനകൾ പ്രതിഷേധ മുഖത്ത് ഇന്നുണ്ടാകും? ആര്യ, വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തുടങ്ങിയതല്ല. അത് നേരത്തെ മുതൽ തന്നെ സമാനമായ തരത്തിൽ ആരോഗ്യരംഗത്ത് വലിയ തരത്തിലുള്ള വീഴ്ചകൾ നിലനിൽക്കുന്നു. അതിന്റെ കാരണക്കാരി വീണ ജോർജാണ്. അതുകൊണ്ട് അവർ രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം ഏറെ നാളായി പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ ഹാരിസ് തറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ആരോഗ്യ രംഗത്തെ സംബന്ധിച്ച വലിയ വാർത്തകൾക്കുമൊക്കെ വഴിവെച്ചത്. അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വളരെ ദൌർഭാഗ്യകരമായ ഒരു സംഭവം, അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തലടക്കം ചില പരാമർശങ്ങൾ നടത്തിയതിൽ മന്ത്രിക്ക് പിഴവ് സംഭവിച്ചു എന്നതൊഴിച്ചാൽ, അതായത് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ അത് ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രതികരണമാണ്. അവിടെ ഒരിക്കലും അതൊരു മന്ത്രിക്ക് ബോധപൂർവമായി സംഭവിച്ച ഒരു പിഴവല്ല. 2 മന്ത്രിമാർ അവിടെ എത്തിയിരുന്നു. അവർക്ക് 2 പേർക്ക് ബോധപൂർവമായ ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല. അവർക്ക് വിവരം കൈമാറിയ ഉദ്യോഗസ്ഥന് സംഭവിച്ച വീഴ്ചയാണ് അത്തരത്തിൽ ചില പരാമർശങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട പരാമർശങ്ങൾ നടത്തേണ്ടി വന്നതെന്നൊരു വിലയിരുത്തലാണ് CPM. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും പ്രത്യക്ഷമായി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് CPM കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കനത്ത പ്രതിഷേധങ്ങൾക്കിടയിലും പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ആരോഗ്യമന്ത്രിക്ക് നൽകുക, മന്ത്രിസഭയുടെ പൂർണ്ണമായ പിന്തുണ മന്ത്രി വീണ ജോർജിന് നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇതിനൊരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കാനുള്ളൊരു തീരുമാനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ, ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ തന്നെ വഴുതക്കാടുള്ള മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ തുടങ്ങിവെച്ച പ്രതിഷേധം ഇന്നും അങ്ങനെ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രതിഷേധ മാർച്ച് വഴുതക്കാടുള്ള മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് നടക്കുക. ഇന്നലെയും ഷെഡ്യൂൾ ചെയ്യാതെയാണ്, അതായത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ, ഏതാനും പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന്റെ അനക്സ് 2-ലുള്ള മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. അവിടെ അവരെ പോലീസ് തടഞ്ഞതുകൊണ്ടാണ് അവരകത്തേക്ക് ചാടിക്കയറാതിരുന്നത്. വലിയ ബലപ്രയോഗത്തിനൊക്കെ വഴിവെച്ചിരുന്നു. വരും ദിവസങ്ങളും ഈ പ്രതിഷേധം ഇങ്ങനെ തുടരും. മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന പരിപാടികളിലും പോകുന്ന വഴികളിലുമൊക്കെ സമാനമായ തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതീവ സുരക്ഷ വീണ ജോർജിന്റെ യാത്രകൾക്ക് പോലീസ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടും ഇതേ സുരക്ഷയിലാണ് വീണ ജോർജ് ഓഫീസിൽ നിന്ന് വസതിയിലേക്ക് വൈകിട്ട് യാത്ര തിരിച്ചത്. അതായത് ഒരുപക്ഷെ അവരുടെ പൊതുപരിപാടികൾ റദ്ദാക്കേണ്ട സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയേക്കുമെന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് പോലീസും കണക്ക് കൂട്ടുന്നത്. അത്തരത്തിലുള്ള സുരക്ഷ മന്ത്രി വീണ ജോർജിന് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ കാര്യമാക്കാതെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായ വീണ ജോർജിന്റെ തീരുമാനം. അപ്പോൾ ഡാൻ, അതാണ്. അപ്പോൾ ഈ പ്രതിഷേധങ്ങൾക്കൊന്നും വില കൽപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല. ഈ രാജി എന്നുള്ള ഒരു ആവശ്യം അതൊരിക്കലും പരിഗണിക്കപ്പെടുക പോലുമില്ല, ചർച്ചയാവുക പോലുമില്ല എന്നുള്ളത് ബോധ്യമായി കഴിഞ്ഞൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ പ്രതിഷേധങ്ങളുടെ ഭാവി എന്താണ്? അനിശ്ചിതമായി ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? എന്താണ് അവർ ആലോചിക്കുന്നത്? സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ, മന്ത്രി വീണ ജോർജ് കൂടി ഈ വീട്ടിലെത്തി ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് ആ ദുഃഖത്തിന്റെ ഭാഗമായി, അതോടൊപ്പം ഈ കുടുംബത്തിന് അടിയന്തരമായ ധനസഹായം വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തുമ്പോൾ കുടുംബത്തിന്റെ ഒരു പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന നിഗമനത്തിലേക്കാണ് സർക്കാർ എത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം അങ്ങനെ മാത്രമേ ഈ പ്രശ്നത്തിന് നിലവിൽ ഒരു പ്രതിരോധം തീർക്കാൻ സർക്കാരിന് കഴിയുകയുള്ളൂ. അങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യം. കാരണം
വലിയ പ്രതിഷേധം, സമാനതകളില്ലാത്ത പ്രതിഷേധം അത് കോട്ടയത്തോ തിരുവനന്തപുരത്തോ മാത്രം ഒതുങ്ങുന്നതല്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ കുടുംബത്തിന്റെ പിന്തുണ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പ്രതിഷേധങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം ആയിരിക്കും CPM-ന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. അതിനെ ഈ കുടുംബം ഏത് തരത്തിലായിരിക്കും മന്ത്രി വീണ ജോർജ് ഈ വീട്ടിലെത്തുമ്പോൾ ഈ വിഷയം കൊണ്ട് പ്രതികരിക്കുക എന്നതാണ് അറിയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരണങ്ങൾ നടത്തുകയും സംസാരിക്കുകയുമൊക്കെ ചെയ്ത ആരും വീഴ്ച ആരുടെ ഭാഗത്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു, ഇത് ആരുടെ വീഴ്ചയാണ് എന്നൊരു ചോദ്യം അവശേഷിക്കും. ആ ചോദ്യത്തിന് ജില്ലാ ഭരണകൂടം നൽകുന്ന ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിലെ തുടർ പ്രതിഷേധങ്ങളും തുടർ നീക്കങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഡാൻ കുര്യനും ജി ശ്രീജിത്തുമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും